ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നത്തെ മത്സരത്തിൽ തകർപ്പൻ പ്രകടനമാണ് അർജന്റീനക്കെതിരെ കേപ്പ് വെർദെ നടത്തിയിട്ടുള്ളത്. അർജന്റീന മത്സരത്തിൽ വിജയിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അർജന്റീനയെ വിറപ്പിക്കാൻ എതിരാളികൾക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫുട്ബോൾ ലോകത്തിൻ്റെ പ്രശംസ ഇപ്പോൾ പുറത്തായിട്ട് പോലും കേപ്പ് വെർദേക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ സ്പാനിഷ് മാധ്യമങ്ങൾ എല്ലാവരും അർജന്റീനയെ വിമർശിച്ചിട്ടുണ്ട്, പരിഹസിച്ചിട്ടുണ്ട്. അത് ഓരോന്നായിക്കൊണ്ട് നമ്മൾ പരിശോധിക്കുകയാണ്. മുണ്ടോ ഡിപ്പോർട്ടീവോ സ്പാനിഷ് മാധ്യമമാണ്. അവർ റിപ്പോർട്ട് ചെയ്തത് ഇങ്ങനെയാണ്: കേപ്പ് വെർദെ തകർപ്പൻ പ്രകടനമാണ് മത്സരത്തിൽ നടത്തിയത്. മെസ്സി ഇതിനു മുൻപ് ഇങ്ങനെയൊന്നും ബുദ്ധിമുട്ട് നേരിട്ടിട്ടില്ല. ആകെ അവശനായിക്കൊണ്ടാണ് മെസ്സി മത്സരം അവസാനിപ്പിച്ചത്. ഈ വേൾഡ് കപ്പ് നേടണമെങ്കിൽ അദ്ദേഹത്തിന്റെ ടാലന്റ് മാത്രം മതിയാവില്ല എന്നുള്ളത് ഇപ്പോൾ മെസ്സിക്ക് മനസ്സിലായി കാണും. ഇതാണ് മുണ്ടോ ഡിപ്പോർട്ടീവോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഇത്തവണത്തെ വേൾഡ് കപ്പ് അർജന്റീനക്ക് ലഭിക്കണമെങ്കിൽ മെസ്സി മാത്രം കരുതിയാൽ പോരാ എന്നുള്ളത് മെസ്സി തന്നെ ഇപ്പോൾ തിരിച്ചറിഞ്ഞു കാണണം എന്നാണ് മുണ്ടോ ഡിപ്പോർട്ടീവോ പറഞ്ഞിട്ടുള്ളത്. ഇനി മറ്റൊരു സ്പാനിഷ് മാധ്യമമായ AS റിപ്പോർട്ട് ചെയ്തത് ഇങ്ങനെയാണ്: മെസ്സിയുടെ അർജന്റീനയെ കേപ്പ് വെർദെ ശരിക്കും വെള്ളം കുടിപ്പിച്ചു. മോശം പ്രകടനം നടത്തിയിട്ടും അർജന്റീന വിജയിച്ചു കയറി. പക്ഷെ അത് എപ്പോഴും നടക്കണം എന്നില്ല. പുറത്താവലിന്റെ വക്കിൽ നിന്നാണ് അർജന്റീന രക്ഷപ്പെട്ടത്. ഇതാണ് മറ്റൊരു സ്പാനിഷ് മാധ്യമമായ AS റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി മറ്റൊരു സ്പാനിഷ് മാധ്യമമായ മാർക്കയുടെ റിപ്പോർട്ടിലെ ചില ഭാഗങ്ങൾ ഇങ്ങനെയാണ്: എക്സ്ട്രാ ടൈമിൽ അർജന്റീന രക്ഷപ്പെട്ടു. ഫിഫ റാങ്കിങ്ങിൽ 1-ാം നമ്പർ ടീമും 67-ാം നമ്പർ ടീമും തമ്മിലാണ് മത്സരം എന്നുള്ളത് നിങ്ങൾ മറക്കരുത്. എന്നിട്ടും വളരെ കഷ്ടപ്പെട്ടാണ് അർജന്റീന രക്ഷപ്പെട്ടത്. ഇതാണ് സ്പാനിഷ് മാധ്യമമായ മാർക്ക റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയാണ് സ്പാനിഷ് മാധ്യമങ്ങളുടെ ഒരു വിമർശനം വരുന്നത്. ഇനി ഇറ്റാലിയൻ മാധ്യമമായ ലാ ഗസറ്റ ഡെല്ലോ സ്പോർട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്: അർജന്റീന ഈ മത്സരത്തിൽ നന്നായി പേടിച്ചു. പക്ഷെ അവസാനം അർജന്റീന രക്ഷപ്പെട്ടു. കേപ്പ് വെർദെ ഇപ്പോൾ തല ഉയർത്തിക്കൊണ്ടാണ് മടങ്ങുന്നത്. ഇങ്ങനെ വിദേശ മാധ്യമങ്ങൾ അർജന്റീനയെ പരിഹസിക്കുകയാണ്, വിമർശിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അത് നാച്ചുറലായ ഒരു കാര്യമാണ്. ഇതിനു മുൻപും അർജന്റീനയ്ക്ക് വിദേശ മാധ്യമങ്ങളിൽ നിന്നും വലിയ രൂപത്തിലുള്ള വിമർശനങ്ങളും പരിഹാസങ്ങളും ഒക്കെ ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.